നമസ്കാരം. പലതരം കൊണകളും തമാശകളും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കാണാം. ആദ്യം പപ്പടം കിട്ടാഞ്ഞിട്ട് കല്യാണം അടിച്ച് പൊളിച്ച ഒരു സംഘത്തിനെ നമുക്ക് കാണാം. അടിച്ചു നിരത്തി കളഞ്ഞു. എന്താലേ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലും ഇങ്ങനത്തെ അടികൾ കണ്ടിരിക്കുന്നത് കൊല്ലത്താണ്. പക്ഷെ ഇത് കൊല്ലത്തെ അടിയല്ല, ഇത് തമിഴ്നാട്ടിലുള്ള അടിയാണ്. കൊല്ലംകാരെ നമുക്ക് അങ്ങനെ മോശമാക്കി കാണാനും പറ്റത്തില്ല. കാരണം ഇത് വളരെ ചെറിയ കുറച്ച് ആളുകൾ ചെയ്യുമ്പോൾ അത് ഓൾ കൊല്ലംകാർക്ക് വേണ്ടി പറ്റുന്ന പോലെ ആയിപ്പോകും. സംഭവം ഇത് തമിഴ്നാട്ടിൽ നടന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടില് ഈ സംഭവങ്ങൾ എല്ലായിടത്തും ഉണ്ട്. കൊല്ലത്തല്ല, അങ്ങ് ഇടുക്കി വരെ അടി നടന്നിട്ടുണ്ട് അല്ലെ. അപ്പം ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ വേറൊരു തമാശ കാണിച്ചു തരാം. ഒരു ഇൻസ്റ്റാഗ്രാം യൂസർ അദ്ദേഹം റീച്ച് കിട്ടാൻ വേണ്ടി 1 കിലോ മുളക് ഒറ്റയടിക്ക് ഭക്ഷിക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടു നോക്കുക. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. ഇൻസ്റ്റഗ്രാം വഴി എങ്ങനെയാലും റീച്ച് കിട്ടണം. പെണ്ണുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ കുറെ പേര് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതില്ലാതെ ചില മസാലപ്പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് റീച്ചൊക്കെ അവർക്ക് കിട്ടും. പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ച് എന്നാ കാണിക്കാനാ? ഉണ്ട് പറിച്ചിട്ട് മണിയാട്ടി കാണിക്കണോ? പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്താ ചെയ്യുന്നേ? മുളക് ഇങ്ങനെ വലിച്ചു വാരി കയറ്റുക, മുളക് പൊടി നല്ലപോലെ ഇട്ട് കഴിക്കുക അല്ലെ. ഇങ്ങനെ കുറെ സാധനങ്ങൾ, പിന്നെ ഉപ്പുകല്ല് തിന്നുക, കുറേ ഐറ്റംസ് ഉണ്ട്. അവസാനം ഇതെല്ലാം കൂടെ വയറ്റിൽ കിടന്നിട്ട് കൊള 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 കൊളാന്ന് അടിച്ചിട്ട് അവസാനത്തെ ഒരു പോക്കുണ്ട്. അതാണ് ആ ക്ലൈമാക്സ് എങ്ങനെയാന്നുള്ളത് ഊഹിച്ചെടുക്കുക. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാര് ഈ റീച്ചിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേറൊരു ചേട്ടൻ ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിവറേജിന്റെ ഫ്രണ്ടിൽ മദ്യം വാങ്ങാൻ ചെല്ലുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട്, ഒരു പാസ്റ്ററാണ് പാവം, അദ്ദേഹവും കുറച്ച് രണ്ട് പിള്ളേരെയും കൂട്ടി പോയിട്ട് അവിടെ ദൈവവചനം പ്രസംഗിക്കുകയാണ്. എങ്ങനെയാലും ഇവന്മാർക്ക് മാനസാന്തരം ഉണ്ടാക്കണമെന്ന്. കള്ള് മേടിക്കാൻ വരുന്നവർക്ക് ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതും കണ്ടു നോക്ക്. சாராயம் குடித்து வாழ்வை கெடுக்கும் நண்பரே, உனக்கு ஒரு நற்செய்தி சொல்ல வந்தோமே. ஆனா இந்த குடிப்பழக்கம் உங்களுக்கு மாத்திரமல்ல, உங்களுடைய குடும்பத்திற்கு உங்க பிள்ளைகளுக்கு சேர்த்து பாதிப்பு. நீங்க குடிக்கிறதுனால உங்க பிள்ளைகளுடைய கல்வி எதிர்காலம் கேள்விக்குறியாக்கப்படுதுன்னா தயவு செஞ்சு உங்களுடைய குழந்தைகளுக்காகவாவது குடிக்காம இருங்க. இந்த குடிப்பழக்கம் உங்களுடைய பல தலைமுறைகளை பாதிக்குனா குடிக்கிற காசுக்கு வீட்டுக்கு அரிசி பருப்பு வாங்கிட்டு போங்க. எத்தனையோ பேருடைய குடும்பம் வறுமையில வாடுதுன்னா இந்த குடிப்பழக்கத்திலிருந்து வெளிவர முடியலையா? இயேசுவை நோக்கி பாருங்க, இயேசுவுக்கு விடுதலை கொடுப்பார். 2 கரம் கூப்பி கேட்கிறேன்னா தயவு செஞ்சு யாரும் എന്നാ തോന്നി? നമുക്ക് ആ ഒരു അവസരത്തിൽ ബൈബിള് പ്രഘോഷിച്ചിട്ട് കാര്യമുണ്ടോ? ആ പാസ്റ്ററിന്റെ ആ ഒരു സമീപത്തെ അല്ലെങ്കിൽ ആ ഒരു സമീപനം എങ്ങനെ ഉണ്ടായിരുന്നു? കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ദൈവവചന പ്രഘോഷകനാണ്. ശരിയാണ്, ലോകം മുഴുവൻ പോയി നിങ്ങൾ ദൈവത്തെ അറിയിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള അതായത് 2 അടിക്കാൻ വേണ്ടിയിട്ട് ബിവറേജിന്റെ മുന്നിൽ പോയി അല്ലെങ്കിൽ ബിവറേജിന്റെ കുപ്പി വാങ്ങിച്ചുകൊണ്ട് വരുന്ന ചേട്ടന്മാരുടെ അടുത്ത് നമ്മൾ ഈ പോത്തിന്റെ ചെവി വേദം ഓതിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇനി ഒരു പോത്തിന്റെ വീഡിയോ കണ്ടാലോ? Which is this bro, this car? This is simply a marriage car. മച്ചാന്റെ വീട്ടിൽ സെറ്റപ്പ് ആണ്. And where is the marriage boy? ഇപ്പങ്ങട് ഹോട്ടലിലേക്ക് ഓടുന്നു. ഇപ്പൊ കണ്ട് 2 കണ്ണ്, കണ്ട് 2 കണ്ണ്, കഥകിൻ മറവില് നിന്ന്. ഇത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു കാറിന്റെ അകത്ത് കയറാൻ ഒരു പോത്തിന് യോഗം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ? അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ കാണാനിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. പക്ഷെ ഇത് നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാല് മറ്റു സ്ഥലങ്ങളിൽ ചിലര് മറ്റേ നമ്മുടെ ഈ സ്കൂട്ടിയിലൊക്കെ വലിയ പന്നിയെയൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന കാണാം, അല്ലെങ്കിൽ സ്കൂട്ടറിലൊക്കെ ഈ പശുക്കിടാവിനെയൊക്കെ വെച്ചോണ്ട് പോകുന്ന കാണാം. ഈ കേരളത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ വളരെ വിരളമാണ്. എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. ഈ മുളക് തിന്നതും അങ്ങനെ കുറെ മുളക് പൊടി വാരി തിന്നുന്നതും ഒക്കെ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ് സംഭവം. എങ്ങനെയെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ 10 പേര് കാണണം, അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ എന്തെങ്കിലും ചെയ്താൽ അത് ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. എന്താ അല്ലേ? ഇനി
എന്താ പറയാ വേറൊരു സംഭവം ഉണ്ട്. പക്ഷെ അത് ഞാൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു പുള്ളിക്കാരി ഡേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരാളുടെ ഒപ്പം പോകുന്നതാണ്. അതായത് സംഭവം പുള്ളിക്കാരി ആരെ ഒരു ആപ്പിൽ കൂടെ കണ്ടുവച്ചു ആളുകളുടെ ഡേറ്റിങ്ങിന് പോവാണ്. എന്നിട്ട് കുറെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും അതിന്റെ ഒരു ചെറിയ കഷ്ണം കൂടെ ഇവിടെ ഒന്ന് കാണാം. ഹലോ എവരിവൺ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ടിൻഡറിന് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഡേറ്റിന് പോയപ്പോൾ ആള് ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് ടെക്സ്റ്റ് ചെയ്തത് ഞാൻ കാണിച്ചിരുന്നു. ഇന്ന് ഞാൻ ആളുടെ ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ കുറച്ച് നടത്തുകയാണ്. ബിക്കോസ് ഹി ആസ്ഡ് മീ അഗൈൻ. ഫസ്റ്റ് ഫീഡിങ് ടെസ്റ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ആളുടെ കൈ കൊണ്ട് തന്നെയാണ് എന്നെ ഫീഡ് ചെയ്തത്. അടുത്ത റോഡിൽ കൂടെ നടക്കുമ്പോൾ ആളുടെ കെയറിംഗ് ആയിരുന്നു. ആൾ അതും പാസ്സായി. ടെസ്റ്റ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈഗോ ടെസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഹീസ് എ മാൻ വിത്ത് സീറോ ഈഗോ. അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നേരം ആളെന്റെ കൈ വിട്ടിരിക്കുന്നതാണ് ആ ടെസ്റ്റിന്റെ പേര്. അതായത് ഏതോ ഒരുത്തനെ എങ്ങാണ്ടെന്ന് ഒരുത്തനെ പിടിച്ചോണ്ട് വന്ന് അവനുമായിട്ട് ഡേറ്റിങ്ങിന് പോവാണ്. എന്നിട്ട് പുള്ളിക്കാരി പലതരം പരീക്ഷണങ്ങൾ നടത്തുകയാണ്. പുള്ളിക്കാരിയെ കെയർ ചെയ്യുന്നുണ്ടോ, പുള്ളിക്കാരുടെ ബാഗ് എടുക്കുന്നുണ്ടോ, തുണി പറിച്ച് തലയിടുന്നുണ്ടോ, പല രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണേ. ഇങ്ങനെയൊക്കെ അല്ലേ. അതായത് കാലം പോകുന്ന ഓക്കെ, എല്ലാവർക്കും ഇത് ബാധകമല്ല. ചില കിളി പോയവർക്ക് ഇതൊക്കെ ഭയങ്കര രസകരമായ സംഭവമാണ്. കണ്ടിരിക്കുന്ന നമുക്കും എന്തെങ്കിലും ഒരു രസമൊക്കെ തോന്നണ്ടേ. അതെ, ഇതൊക്കെയാണ് സംഭവങ്ങൾ. പലതരത്തിൽ ആളുകൾ എങ്ങനെയെങ്കിലും, അതായത് പണ്ട് കാലങ്ങളിൽ പറയായിരുന്നു ഒരിക്കലെങ്കിലും പത്രത്തിൽ എന്റെ പടം ഒന്ന് അടിച്ചു വരണം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പണ്ട് വരുവടാ വരും, അത് നീ മരിച്ചു കഴിയുമ്പോൾ ചരമക്കോളത്തിൽ വരുമെന്നൊക്കെ നമ്മൾ പറയായിരുന്നു. പക്ഷെ സംഗതി അതല്ല. എങ്ങനെയാലും 10 പേര് അറിയണം, പേരൊക്കെ ഒന്ന് വരണം എന്നൊക്കെ പണ്ട് ആലോചിച്ചിരുന്ന ആളുകൾ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിൽ അങ്ങനെയല്ല. പത്രത്തിലൊന്നും വരേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. സോഷ്യൽ മീഡിയ അല്ലേ, ഒരു ഫോണും പറയാൻ നാക്കുണ്ടെങ്കിൽ സംഗതി നമുക്ക് പടച്ചു വിടാം എന്ത് വേണമെങ്കിലും. ഈ ഞാനും ഇപ്പൊ അതൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. 10 പേര് കാണട്ടെന്നേ അല്ലേ. ഇങ്ങനെ കുറെ കൊണേശ ആൾക്കാർ എന്താ പറയുന്നത് നാട്ടിലുള്ളിടത്തോളം നമുക്ക് കണ്ടന്റുകൾ ഇഷ്ടം പോലെ ക്രിയേറ്റ് ചെയ്യാൻ കിട്ടും. എന്തായാലും വളരെ ഒത്തിരി തമാശകളൊക്കെ ഉള്ളതാണ്. ഞാൻ ഒരുപാട് ട്രെയിനിലെ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിനിന്റെ അകത്ത് നമ്മൾ അറച്ചു പോകുന്ന ടൈപ്പ് കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നില്ല. പിന്നീട് ഒരു അവസരത്തിലാക്കാം. എന്തായാലും തൽക്കാലം ഇതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ബൈ.